Good morning, teacher. Okay, good morning all. Good morning. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ക്ലാസ് ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ട് ഓക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മളപ്പോ മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് എടുത്തുകൊണ്ടിരുന്നത്. ദെൻ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞായിരുന്നു. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞായിരുന്നു. ദെൻ മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 5 reasons why you should you measure patient satisfaction. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, അതിനുള്ള 5 കാരണങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ദെൻ നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ദെൻ ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മളൊരു 4 പോയിന്റ് വരെ അല്ലെ. ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് അല്ലെ. 4th പോയിന്റിൽ ഇനി നോക്കുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഇവിടെ വരെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ വാട്ട്ക്യാൻ ഹോസ്പിറ്റൽ ടു ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയല്ലേ നമ്മൾ നിർത്തിയത്. ദെൻ ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 4th പോയിന്റ് ആണ്. ടോട്ടലി 5 റീസൺസ് ഉണ്ട്. ആ 5 റീസൺസിന്റെ സബ് റീസൺസ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. സോ ഇനി നെക്സ്റ്റ് നോക്കുന്നത് 4ാമത്തെ പോയിന്റ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇനി എങ്ങനെയൊക്കെയാണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിന് നമ്മള് നമ്മള് 4th പോയിന്റും പറഞ്ഞു, പിരമിഡ്സ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ, പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നു മിസ്സേ. ഓക്കെ. സോ പേജ് നമ്പർ മാർക്ക് പോയതാണ് കേട്ടോ. ദെൻ 5th പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ടുള്ളത്. ഓക്കെ, ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ അല്ലെ. ദെൻ 5th പോയിന്റ് ഓർമ്മയുണ്ടോ? പേഷ്യൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു പിരമിഡ് ഒക്കെ പറഞ്ഞു. പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് ജേർണി, സെൻട്രിക് സർവീസസ്, എക്സ്പീരിയൻസ് അല്ലെ. ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു പിരമിഡ് ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞായിരുന്നു. ദെൻ പിന്നെ നമുക്ക് പേഷ്യന്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ദെൻ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ നമുക്ക് റിട്ടൻഷൻ ചെയ്യാൻ പറ്റുന്നത്? റിട്ടൻഷൻ മീൻസ് നിലനിർത്താൻ. രോഗി നമ്മളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു പോകാതെ നമുക്ക് തന്നെ അവരെ നിലനിർത്തുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ 5th പോയിന്റിൽ നോക്കാൻ പോവുക. നോക്കാട്ടോ, വായിക്കാം. ഇറ്റ് ഈസ് മോർ കോസ്റ്റ് എഫക്റ്റീവ് to without old patients than to get new patients. Returning patients will result in greater ROI, return on investment. ROI, return on investment. And happy patients can be hospitals' best advocates. They will keep coming back to opt for services and even suggest the hospital to their friends and family. Apart from providing quality care, employ some of the best patient procurement strategies to make the patients feel worth. Okay, എന്തെങ്കിലും മനസ്സിലായോ? ROI ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കെ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്തേക്കട്ടോ, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നോക്കാം എങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കുക എന്നാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് മോർ കോസ്റ്റ് ഇഫക്റ്റീവ് ടു വിത്ത്ഹോൾഡ് ഓൾഡ് പേഷ്യൻസ് ദെൻ ടു ഗെറ്റ് ന്യൂ പേഷ്യൻസ് അല്ലെ. നമുക്കറിയാം പുതിയ രോഗികളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ രോഗികളെ നിലനിർത്തുക എന്നുള്ളത് ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. Happy patients can be hospitals. So patients will result in great ROI. Patients in the result എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു പുതിയ രോഗികളെ ലഭിക്കാൻ വേണ്ടിയിട്ട് പഴയ രോഗികളെ നിലനിർത്തുക എന്നത് ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ കൂടുതൽ നിലനിർത്തുക എന്നുള്ളത് കൂടുതൽ ലാഭകരവും കൂടിയാണ് അല്ലെ. റിട്ടേണിംഗ് പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ. പഴയവരെ നിർത്തുക എന്നുള്ളത് ഒരു ലാഭകരം കൂടിയായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ മടങ്ങി വരുന്ന രോഗികൾ നമുക്ക് റിട്ടേൺ പേഷ്യൻസ് വിൽ റിസൾട്ട് ഇൻ മടങ്ങി വരുന്ന രോഗികൾ ROI അല്ലെങ്കിൽ
നിക്ഷേപത്തിൽ നിന്ന് വരുമാനം എന്നുള്ള ഒരു ഇതാണ്. അവര് മടങ്ങി വരുമ്പോൾ നമുക്ക് വരുമാനമല്ലേ കിട്ടുന്നത്. ഫ്രീ കെയർ സർവീസസ് എന്നല്ലോ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരിൽ നിന്നൊരു റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് തിരിച്ചു വരുമ്പോഴും അവരിൽ നിന്ന് നമുക്കൊരു പഴയ പേഷ്യൻസിൽ നിന്നും വരുമാനമാണ് ലഭിക്കുക. Then happy patients can be hospital best advocates. They will അതായത് ഹാപ്പി പേഷ്യൻസിന്, നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസിന്, അതായത് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നല്ല സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ലഭിച്ച ഒരു പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആയിരിക്കാൻ പറ്റും. അഡ്വക്കേറ്റ്സ് മീൻസ് ആരാണ്? കോടതിയിൽ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അഡ്വൈസറി ചെയ്ത് കൊടുക്കാന്നൊക്കെ പറയില്ലേ, അഡ്വൈസ് ചെയ്ത് കൊടുക്കാന്ന്. ആ ഹോസ്പിറ്റല് നല്ല ഹോസ്പിറ്റലാണ്, ഞാൻ പോയി, അപ്പൊ നല്ല ട്രീറ്റ്മെന്റ്സ് ഒക്കെയാണ്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല സേവനങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു. അപ്പൊ ഇനി നമ്മള് മറ്റൊരാൾക്ക് ഏത് ഹോസ്പിറ്റലാണ് നല്ലതൊക്കെ ചോദിക്കുമ്പോ നല്ലത് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ കസിൻസിനോ ആർക്കെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരാൾക്ക് നമുക്കത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. They will keep coming back to opt for services and even suggest the hospital to their friends and family. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലെ മെമ്പേഴ്സിനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. Apart from providing quality care, അല്ലെ, apart from quality care, employ some of the best patient procurement strategies to make the patients feel worth. അല്ലെ, അതായത് എന്താ പറയുന്നത് അവിടെ? രോഗിക്ക് ഒരു മൂല്യമുള്ളതായിട്ട്, നല്ലൊരു എന്താ പറയാ, ഒരു പ്രൊക്യൂർമെന്റ് മീൻസ് ഒരു മൂല്യമുള്ളത് അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മൂല്യമുള്ളതായിട്ട് തോന്നാൻ എന്താ പറയാ, ചില മികച്ച രോഗികളുടെ ഒരു തന്ത്രങ്ങൾ അവലംബിക്കണമെന്ന്. അതായത് മികച്ച രോഗികളുടെ തന്ത്രങ്ങൾ അവലംബിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എക്സ്പോർട്ടഡ് ആയിട്ടുള്ള, അവിടെ ഒത്തിരി ചികിത്സയിൽ കഴിഞ്ഞിട്ടുള്ള രോഗികൾ അവര് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരോട് കൂടി സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഒരു കുഞ്ഞു പാരഗ്രാഫിൽ പറയുന്നത്. കുറച്ച് വേർഡ്സുകൾ കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളൂ, കാര്യം ഇത്ര ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നോക്കാം, അതായത് പഴയ രോഗികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ രോഗികളെ കൊണ്ടുവരാനായിട്ട് ഇത്തിരി ഡിഫിക്കൽട്ട് ഒക്കെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള പഴയ രോഗികൾ റിട്ടേൺ ആയിട്ട് അവർ തിരിച്ചു വരികയാണെങ്കിൽ അതൊരു എന്താ പറയാ, ഒരു നിക്ഷേപത്തിൽ നിന്നും നമുക്കൊരു വരുമാനം കിട്ടുകയാണ്. വീണ്ടും ഒരു വരുമാനം കിട്ടും അല്ലെ. ദെൻ അവർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ്സ് അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, പഴയ രോഗികൾ അല്ലെ, അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നല്ല സർവീസസ് ഒക്കെ ഇവിടെ ലഭിക്കുക എന്നാണെങ്കിൽ എന്ത് ചെയ്യും? അവരവരുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെയുള്ള ഒരു മൂല്യമുള്ള ഒരു പേഷ്യൻസ് ഇല്ലേ, മീൻസ് ഇങ്ങനെ നല്ല രീതിയിൽ അവർക്ക് സർവീസസും കാര്യങ്ങളും കിട്ടി, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ട് നമുക്ക് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. കുറച്ച് എന്താ പറയാ, പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല. നിങ്ങളൊന്ന് ആ മീനിങ് മാത്രം ഒന്ന് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ ഓവറായിട്ടൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്നുള്ളത് പ്രോപ്പർ മീനിങ് നിങ്ങൾ ആ PDF ഭംഗിയായിട്ട് അതുപോലെ തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ, നിങ്ങളുടെ കയ്യിലൊക്കെ ഒപ്പിക്കും. നമ്മളെല്ലാ പോയിന്റ്സിലും പറയുന്നത് പോലെ ഇംപ്ലിമെന്റിംഗ് ദ പേഷ്യന്റ് റിട്ടൻഷൻ സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഇനി ഇങ്ങനെ നമ്മൾ പറഞ്ഞു പേഷ്യൻസിനെ, രോഗിയുടെ അനുഭവങ്ങൾ അല്ലെ, ഇംപ്ലിമെന്റിംഗ് റിട്ടൻഷൻ സ്ട്രാറ്റജീസ്, രോഗിയുടെ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് രോഗിയെ അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ഈ ബോക്സുകൾക്ക്, എല്ലാ ബോക്സുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. നോക്കാം, കുറച്ച് ടഫായിട്ടുള്ള ഒരു എന്താ പറയാ, ചില വേർഡുകളൊക്കെ നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ എളുപ്പമാണെന്നില്ലല്ലോ, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിഫിക്കൽട്ട് ഒക്കെ വേണ്ടേ. സോ അതൊക്കെ ഒന്ന് നിങ്ങൾ കൂടുതലൊന്നും പഠിക്കണ്ടല്ലോ, നിങ്ങൾ ആ പ്രോപ്പർ ആ മീനിങ് മാത്രം നോക്കാം കേട്ടോ. നിങ്ങൾ അങ്ങനെ അയ്യോ ഇത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. നല്ല രീതിയിൽ എന്ത് ചെയ്യാ, അത് തന്നെ ഒന്ന് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Retain existing patients, win back lost patients. റിട്ടൈൻ ചെയ്യുക, എക്സിസ്റ്റിംഗ് പേഷ്യന്റ് എന്ത് ചെയ്യുക, നിലവിലുള്ള രോഗികളെ പുനഃസ്ഥാപിക്കണം അല്ലെ, റിട്ടൈൻ ചെയ്യണം, അവരെ തന്നെ വീണ്ടും പഴയ രോഗികളെ തിരിച്ചു കൊണ്ടുവരണം. Then win back lost patients,
തിരികെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരണം അല്ലെ. ഇപ്പോ ഏതെങ്കിലും പേഷ്യൻസ് അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെന്റ് മോശമാണെന്നും പറഞ്ഞ് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൂടി എന്ത് ചെയ്യുക, തിരികെ കൊണ്ടുവരിക. നിങ്ങൾ വേറെ കൂടുതലൊന്നും ചിന്തിക്കണം കേട്ടോ, പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ദെൻ കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേസ്. പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള സർവേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ദെൻ ആസ്ക് പേഷ്യൻസ് വൈ ലെഫ്റ്റ് ദേ. ഇനി എന്തുകൊണ്ടാണ് പേഷ്യൻസ് ലെഫ്റ്റ് ആയതെന്ന്, എന്തുകൊണ്ടാണ് അവർ പോയതെന്നൊക്കെ ഒന്ന് അറിയണം അല്ലെ, ഒന്ന് ചോദിക്കുക. ദെൻ ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. നമ്മൾ പറഞ്ഞ ഒരു സാമൂഹിക ഒരു കമ്മ്യൂണിറ്റി മീൻസ് ഒരു കൂട്ടായ്മ അല്ലെ, ഒരു സാമൂഹിക കൂട്ടായ്മ ഒന്ന് ബിൽഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ദെൻ ഇൻസെന്റീവ് ദെയർ റിട്ടേൺസിനെ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇൻസെന്റീവ്സ് മീൻസ് പ്രോത്സാഹിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് മീനിങ് ആണ് കേട്ടോ. സോ അവരുടെ തിരിച്ചു വരവിനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി. റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി മീൻസ് എന്താണ്, ആ പേഷ്യൻസിന്റെ ഒരു വിശ്വസ്തതയ്ക്ക് ഒരു പ്രതിഫലം പോലെ ചെയ്യുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. ഒരു സോഷ്യൽ പ്രൂഫ് നൽകണം, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു തെളിവ്. അതായത് തെളിവ് മീൻസ് എന്താണ്, നല്ല രീതിയിലുള്ള സേവനം അവർക്ക് കാഴ്ചവെക്കണം. അപ്പൊ ഒരു പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്, നല്ല രീതിയിലുള്ള ഒരു ഇത് കാഴ്ചവെക്കുക. ദെൻ ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ് അല്ലെ, രോഗികളുടെ ശബ്ദം കേൾക്കുക. ശബ്ദം കേൾക്കുക എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവരുടെ പ്രോബ്ലംസിനെ നമ്മൾ ഒന്ന് കേൾക്കുക അല്ലെ, കേട്ടിട്ട് എന്താണോ അതിന് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ റിസോൾവ് ഇഷ്യൂസ് ഓഫ് പ്രോബ്ലം. എന്താണോ ആ പ്രോബ്ലം കേൾക്കുക, കേട്ടിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രോബ്ലത്തിനുള്ള റിസോൾവ് ചെയ്തു കൊടുക്കണം. ആ ഇഷ്യൂസിനുള്ള എന്തെങ്കിലും അതിന് തക്കതായിട്ടുള്ള മറുപടികളോ കാരണങ്ങളോ ചെയ്തു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇംപ്ലിമെന്റേഷനിൽ വരിക. ഒന്നും കൂടി നോക്കാം. റിട്ടേൺ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, നേരെ പഠിച്ചു പോകണം. ഇങ്ങനെ പഠിച്ച് അല്ലെങ്കിൽ ബ്രാക്കറ്റ് അങ്ങനെ പഠിക്കരുതും, നേരെ കണക്ട് ചെയ്ത് പഠിക്കുക. റിട്ടേൺ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, പഴയ പേഷ്യൻസിനെ കൊണ്ടുവരിക. വിൻ ബാക്ക് ലോസ് പേഷ്യൻസ് അല്ലെ, നഷ്ടപ്പെട്ട രോഗികളെ തിരിച്ചു കൊണ്ടുവരണം. പിന്നെന്താ പറയുക, കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേസ്. പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് സർവേസ് ഒക്കെ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യുക. ദെൻ ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് പേഷ്യൻസ് ലെഫ്റ്റ് ചെയ്തതെന്ന് അന്വേഷിക്കണ്ടേ. ദെൻ ബിൽഡ് സോഷ്യൽ കമ്മ്യൂണിറ്റി. ഇൻസെന്റീവ്സ് ദെയർ റിട്ടേൺ. സോഷ്യൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. റിവാർഡ് പേഷ്യന്റ് ലോയാലിറ്റി. ലോയാലിറ്റിക്ക് ഒരു റിവാർഡ് ഒക്കെ കൊടുക്കണം. ദെൻ ഒരു സോഷ്യൽ പ്രൂഫിനെ പ്രൊവൈഡ് ചെയ്യുക. ലിസൺ ടു വോയിസ്. നമ്മൾ പേഷ്യൻസിന്റെ എന്താണോ പ്രശ്നം അത് മനസ്സിലാക്കണം. ദെൻ അത് റിസോൾവ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. നിങ്ങൾ ബോക്സിലുള്ളതിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഇടുകയോ അല്ലെങ്കിൽ ഡോട്ട്സ് ഇടുകയോ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ. അടുത്ത് നോക്കാം. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽസ് ഡു ടു അപ്ഗ്രേഡ് പേഷ്യന്റ് റിട്ടൻഷൻ. ഇനി രോഗികളുടെ നിലനിർത്തൽ അല്ലെങ്കിൽ അവരൊരു റിട്ടൻഷൻ നിലനിർത്തൽ മെച്ചപ്പെടുത്താൻ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അവരുടെ സർവീസസും ഫെസിലിറ്റീസ് ഒക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രോഗികളെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ലേ. കൂട്ടാൻ മീൻസ് നിലനിർത്താൻ സാധിക്കും. വിട്ടുപോകാതെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടുപോകാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായിട്ട് എന്ത് പറ്റും, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധിക്കും. ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, generate a comfortable and inviting atmosphere in the hospital. Generate comfortable ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു, അതായത് ഇൻവൈറ്റഡ് നമുക്ക് വരാൻ തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ പേഷ്യൻസിന് പോകാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ജനറേറ്റ് ചെയ്യണം ആ ഹോസ്പിറ്റലിൽ. നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പോകാറുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇന്റിമേറ്റ് ദ പേഷ്യന്റ് അഡ്വൈസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് അല്ലെ. ഇപ്പോ ഇന്റിമേറ്റ് അതായത് ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് നമുക്കറിയാം, ചികിത്സാ നടപടികൾ അല്ലെ. അതായത് ചികിത്സാ നടപടികളെ കുറിച്ച് ഒരു ഇന്റിമേറ്റ് കൊടുക്കുക. ഇന്റിമേറ്റ് മീൻസ് നമ്മൾ ഉപദേശം സജഷൻസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേം തന്നെയാണ് കേട്ടോ.
അപ്പോ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഉപദേശങ്ങളോ അങ്ങനെയുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ നൽകുക. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Excel patients' expectations and provide the best treatment. Excel patients' expectations and provide the best treatment. Excel patients' expectations means provide best treatment. Excel patients means ഞാൻ പറഞ്ഞില്ലേ ഓൾഡ് പേഷ്യൻസ്, പഴയ പേഷ്യൻസ്, അവരുടെ ഒരു എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അവർക്കൊരു എക്സ്പെക്ടേഷൻസ് കൊടുക്കണം നമ്മൾ, അല്ലെ? ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ സർവീസസ് ഒക്കെ നല്ല രീതിയിലാണ്, അവിടുത്തെ സർവീസസിനെ കുറിച്ചും ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ അവർക്കൊന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, അവിടുത്തെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then conduct follow up surveys after the visits, അല്ലെ? അതായത് അവരെ വിസിറ്റ് ഒക്കെ ചെയ്തതിനു ശേഷം അവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് സർവേസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ സർവേസിൽ ഇപ്പോ ഗുഡ് ഓർ ബാഡ്, വെരി ഗുഡ്, 4 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ കൊടുക്കും. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പേഷ്യൻസിനെ കൊണ്ട് ആ ഒരു സർവേസ് കണ്ടക്ട് ചെയ്യുക. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് കിട്ടും. പേഷ്യൻസിന്റെ ആ ഒരു പ്രതികരണം എങ്ങനെയാണ്, ഓരോ സെക്ഷനിലും എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു പ്രതികരണം നമുക്ക് ലഭിക്കും. Then instruct and inform the patients. Instruct and inform. Inform means അറിയിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്നൊക്കെയുള്ള മീനിങ്. ഇനി ഇൻസ്ട്രക്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നറിയില്ലേ, നിർദ്ദേശങ്ങള്. അപ്പൊ അവർക്ക് രോഗികൾക്ക് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫോർമേഷൻസും ഉപദേശിക്കുകയും അറിയിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റിനെ റിട്ടൻഷൻ ചെയ്യണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങള്. ഒന്നുകൂടി നോക്കാം. Generate a comfortable and inviting atmosphere in hospital. Intimate the patient in advice about the treatment procedure. Excel patients' expectations and provide the best treatment. Conduct follow-up surveys after the visits. Instruct and inform the patients. Meaning ഒക്കെ അറിയാലോ, ഇനി ഒന്ന് റിപ്പീറ്റ് ചെയ്യണ്ടാലോ? Okay, then next note പോണേണ്. Factors that influence patient satisfaction. ഇനി പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തിക്ക് ഉപകരിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ സംതൃപ്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ശ്രദ്ധിക്കാം. Patient satisfaction often relates to, എന്തൊക്കെയായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നതെന്നാണ് പോയിന്റ്സിൽ പറയുക. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. നോക്കാം. ഫസ്റ്റ് പോയിന്റ്, the expectations that a patient has of the care team. The expectations that a patient has of the care team. എന്താണ് അവിടെ പറയുന്നത്? എക്സ്പെക്ടേഷൻസ് മീൻസ് നമുക്കൊരു പ്രതീക്ഷകൾ എന്നൊക്കെ പറയാം, അല്ലെ? ഒരു എക്സ്പെക്ട് ചെയ്യുന്ന, നമുക്കത് കിട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ, അല്ലെ? അപ്പൊ എക്സ്പെക്ടേഷൻ, അതായത് രോഗിക്ക് കെയർ ടീമിൽ നിന്ന് കുറച്ചുള്ള പ്രതീക്ഷകൾ, അല്ലെ? അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ സേവനങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ ലഭിക്കും എന്ന് നമുക്ക് മൈൻഡിലൊരു സ്വയം പേഷ്യൻസിനൊരു പ്രതീക്ഷകൾ വരുത്തുക, പ്രതീക്ഷകൾ. ദെൻ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, നമുക്കറിയാം ചികിത്സാ പദ്ധതികൾ, എന്തൊക്കെ ഇവിടെ ചികിത്സാ പദ്ധതികളൊക്കെ ഉണ്ട്, അല്ലെ? അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ലാബ് ടെസ്റ്റിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അങ്ങനെയുള്ള. പിന്നെ നമ്മളിപ്പോ എക്സ്റേക്കോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റിനോ വേറെ പുറത്തേക്കൊന്നും പോകണ്ട, എല്ലാ ഫെസിലിറ്റീസും ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങള്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ആരൊക്കെ തമ്മിലാണ്? പേഷ്യൻസും പ്രൊവൈഡേഴ്സും. പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവാം, നഴ്സസ്, മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിലെ സ്റ്റാഫുകളുടെ അവരൊക്കെ തമ്മില് നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ദെൻ വെയിറ്റ് ടൈംസ്, അതായത് കാത്തിരിപ്പ് സമയങ്ങൾ. ഇവിടെ കാത്തിരിപ്പ് സമയം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പൊ ഒരു റിസൾട്ട് കൊടുത്ത് 1-2 മണിക്കൂർ ഒരു ദിവസം കാത്തിരിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമില് ഷെഡ്യൂൾ ചെയ്യണമെന്ന്, ഓരോ ടൈമും കാര്യങ്ങളൊക്കെ. അപ്പോഴല്ലേ നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര നേരം ഇരിക്കുന്നതായിട്ട് വരും, ചിലപ്പോൾ ഒരു ദിവസം നമ്മളുടെ പോക്കാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? സോ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ദെൻ ദ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഇവിടെ എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനായിട്ടുള്ള ഒരു എൻവയോൺമെന്റും അല്ലെങ്കിൽ നല്ലൊരു സംസ്കാരം മീൻസ്
നല്ലൊരു മാനേഴ്സോട് കൂടി തന്നെ പേഷ്യൻസിനോട് പെരുമാറുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പോകുള്ളൂ. ഒരു ഡോക്ടറിന്റെ ഭാഗത്തു നിന്നോ നേഴ്സിന്റെ ഭാഗത്തു നിന്നോ പെരുമാറ്റം ശരിയല്ലെങ്കിലോ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? നമ്മൾ ഒരിക്കലും പോകുകയും ഇല്ല. നമ്മൾ എന്ത് ചെയ്യില്ല, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ഇല്ല. നമുക്ക് സ്വയം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ അപ്പോ അതിനുള്ള ഒരു എൻവയോൺമെന്റും കൾച്ചറൊക്കെ അവരൊന്ന് ക്രിയേറ്റ് ചെയ്യണം, ഫെസിലിറ്റീസും കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, നമ്മളുടെ പേഷ്യന്റിന്റെ രോഗിയുടെ സംതൃപ്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒന്നും കൂടി നോക്കുക. 5 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്ന് നോക്കാം. The expectations that a patient has of the care team, treatment plans, effective communication between patient and providers, wait times, the facility, environment and culture. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വരിക. ദെൻ നിങ്ങളൊന്നൊരു 2 minutes തരാം. ദെൻ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ എടുത്തത്ര കേട്ടോ. ഒന്ന് ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ, ദെൻ ഇംപ്ലിമെന്റിങ്. അതൊന്ന് ഒരു 1 minute സമയം തരാം. പെട്ടെന്നൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കണേ. നെക്സ്റ്റ് ചെറിയൊരു പോർഷൻ കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എങ്ങനെയൊക്കെയാണ് പേഷ്യന്റ്, നമ്മൾ പറഞ്ഞു കുറച്ച് സർവേസുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു അല്ലെ. പേഷ്യൻസിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് സർവേസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. Patient satisfaction surveys CAT self-reported patient evaluation of multiple touch points in the course of their medical care experience, depending on what aspect of patient satisfaction is being calculated. Examples may include responsiveness of staff, clinicians, communication, technical skills, and hospital environment. റീഡ് ചെയ്യണേ. Okay. Okay. Patient satisfaction surveys can self-reported patients' evaluation of multiple touch points in the course of their medical care experience. അത് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉദ്ദേശിക്കുന്നത്, അതായത് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ സർവേസ് എന്ന് പറയുന്നത് രോഗിയുടെ സംതൃപ്തിയുടെ ഏത് വശമാണ് കണക്കാക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലെ. അതായത് ക്യാറ്റ് സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്, അതായത് ടച്ച് പോയിന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉപഭോക്താക്കൾക്ക് അവരുടെ ധാരണ, അവർക്ക് പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ധാരണ പരിഗണിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ധാരണ പരിശോധിക്കാനും പരിഗണിക്കാനും സാധിക്കുന്നതിനാണ് ടച്ച് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഏത് വശത്തെയാണ് അല്ലെങ്കിൽ ഏത് വശമാണ് കണക്കാക്കേണ്ടത്. ഏത് വശം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലും പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളാണോ, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണോ, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ്, ഏത് വശമാണ് ആ ഒരു പേഷ്യന്റിന്റെ രോഗിയുടെ സംതൃപ്തി അളക്കേണ്ടതെന്ന് ആശ്രയിച്ചാണ്.
അപ്പോ നോക്കാം, മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് ആശ്രയിച്ച് അവരുടെ മെഡിക്കൽ അനുഭവത്തിൽ നിന്ന് രോഗികളുടെ ഒന്നിലധികം ടച്ച് പോയിന്റ്സ് അല്ലെ നോക്കാം. ടച്ച് പോയിന്റ്സ് ഓഫ് കോഴ്സ് മെഡിക്കൽ കെയർ, അതായത് മൾട്ടിപ്പിൾ മീൻസ് നമ്മൾ പറഞ്ഞ ഒന്നിലധികം. ഇപ്പൊ രോഗിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് എന്താണ്? രോഗിയുടെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തിയുടെ ഏത് വശമാണ്, ഏത് വശമാണ് കണക്കാക്കുന്നതിന് എന്നതിനെ ആശ്രയിച്ചിട്ട് അവരുടെ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് അല്ലെ, അവർക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ് എന്ത് പറ്റും? ആ ഒരു മെഡിക്കൽ കെയറിന്റെ അനുഭവത്തിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിന്ന് രോഗികളുടെ ഒന്നിലധികം ടച്ച് പോയിന്റ്സിന്റെ സ്വയം റിപ്പോർട്ട് ചെയ്ത വിലയിരുത്തൽ. ടച്ച് പോയിന്റ്സ് മീൻസ് ഒരു വെബ്സൈറ്റ് പോലെയാണ് അല്ലെങ്കിൽ ഒരു ആപ്പാണ്, അതിലൂടെ നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ടച്ച് പോയിന്റ്സ് കൊണ്ട് അർത്ഥമാക്കുക. നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇത് അളക്കാൻ പറ്റുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെന്താ പറയുന്നത്? ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ആസ്പെക്ട് ഓഫ് പേഷ്യൻസ് satisfaction is being calculated, examples may include responsive of staff, clinicians communications, technical skills and hospital environment. ഇനി എന്തൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു സർവേസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. റെസ്പോൺസീവ് ഓഫ് സ്റ്റാഫ്, സ്റ്റാഫുകളുടെ റെസ്പോൺസീവ്, സ്റ്റാഫുകള് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ചെയ്യുന്നുണ്ടോ? ക്ലിനീഷ്യൻ കമ്മ്യൂണിക്കേഷൻ, ക്ലിനീഷ്യൻ എന്ന് പറയുന്നത് ആരാ ഇവിടെ? ക്ലിനീഷ്യൻ മീൻസ് നമുക്കറിയാം ഒരു പേഴ്സൺ ആണ് ക്വാളിഫൈഡ് വിത്ത് മെഡിസിൻ പ്രാക്ടീസിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ക്ലിനീഷ്യൻ എന്ന് കോമൺ ആയിട്ട് പറയുക. ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ പറഞ്ഞു, സാങ്കേതിക വൈദഗ്ധ്യമുള്ളത്. ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ എൻവയോൺമെന്റ് കാര്യങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ളതായിരിക്കും ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ആണോ? സൗണ്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? അതിന്റെ സൗണ്ട് പെട്ടെന്നൊരു വോയിസിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇടയ്ക്കൊരു സ്ട്രെയിൻ ചെയ്തിട്ടേ, കുറച്ച് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണല്ലോ, സോ സ്ട്രെയിൻ ചെയ്തപ്പോ ഒരു തോട്ടിന്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ കുറച്ച് ഒരു എന്താ വോയിസ് ലെവൽ കുറച്ചിട്ടുണ്ട്, സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് സർവേയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് നോക്കാം. Patient satisfaction survey can be generated and issued in-house. Patient satisfaction surveys can be generated and issued in-house, but many hospitals depend on third parties, providers with experience in developing, administrating, and explaining satisfactorily valid patient satisfaction surveys. ഒന്ന് വായിച്ചു നോക്കി ആ പോയിന്റ്, ഒരു കുഞ്ഞു പോയിന്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കട്ടെ, അതെങ്കിലും ക്ലിയർ ആയോ എന്ന് നോക്കണേ. ഓക്കെ, നോക്കാം. Patient satisfaction surveys can be generated and issued in-house, but many hospitals depend on third parties, providers with experience in developing, administrating, and explaining satisfactorily valid patient satisfaction surveys. നോക്കാം. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനും ഇഷ്യൂ ചെയ്യാനും ചിലപ്പോൾ നമുക്ക് അതൊന്ന് സർവേകൾ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ അത് വീട്ടിൽ തന്നെ നൽകാനും കഴിയും. ഹോസ്പിറ്റലിൽ തന്നെ എല്ലാം ചിലപ്പോൾ ചില പേപ്പേഴ്സ് വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ തിരിച്ചു തരാനൊക്കെ നമുക്ക് സാധിക്കും, വീട്ടിൽ തന്നെ അത് കൊടുത്തുവിടാൻ സാധിക്കുമെന്ന്. ബട്ട് മെനി ഹോസ്പിറ്റൽസ് ഡിപ്പെൻഡ് ഓൺ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്. പക്ഷെ ചില ഹോസ്പിറ്റലുകൾ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തേർഡ് പാർട്ടികളെ കൂടി ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും. തേർഡ് പാർട്ടികൾ മീൻസ് ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് പോലെയുള്ള അങ്ങനെയുള്ള ഏജൻസികളും സംഭവങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഈ തേർഡ് പാർട്ടിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് മെനി അങ്ങനെ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? തേർഡ് പാർട്ടിനെ കൂടി ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും.
then administrating and explaining satisfactorily valid patient satisfaction surveys. നമ്മൾ സ്ഥിതിവിവര അഡ്മിനിസ്ട്രേറ്റിംഗ് മീൻസ് സ്ഥിതിവിവര കണക്കുകളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഇപ്പോ വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാധുക്കളായിട്ടുള്ള രോഗികളൊക്കെ ഇല്ലേ അവരുടെയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ നടത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എല്ലാ തരത്തിലും എല്ലാ പേഷ്യൻസും ഒരേ ലെവലൊന്നും ആയിരിക്കില്ലല്ലോ. സോ അങ്ങനെയുള്ള ലെവലിലുള്ള ആളുകളുടെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, അവരുമായിട്ടൊക്കെ ഒരു സർവേസ് ഒക്കെ നടത്തി അവരുടെ ഒരു നിലവാരം അല്ലെങ്കിൽ അവര് എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ ഈ ഒരു സർവേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. ദെൻ മൂന്നാമത്തെ ചെറിയ പാരഗ്രാഫ് നോക്കാം കേട്ടോ. A patient satisfaction survey is set of questions used to gather feedback from patients' case, their satisfaction with the quality and care of the healthcare service provider. A patient satisfaction survey എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആൻസർ നമ്മളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ അതിനകത്ത് തന്നെ ആൻസർ എ ബി അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റാർട്ട് പോയിന്റ്സുകളായിരിക്കും അല്ലെ. നമ്മൾ വെറുതെ ഒന്ന് ടിക്ക് ചെയ്താൽ മാത്രം മതി. അതിൽ നിന്ന് അവര് ലാസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ചിട്ട് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ. ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി പേഷ്യൻസ് ടു സ്കെയിൽ ദയർ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്ന ഒരു സ്കെയിൽ എന്ന് തന്നെ നമുക്ക് പറയാം. വിത്ത് ദ ക്വാളിറ്റി ആൻഡ് കെയർ ഓഫ് ദ ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ. അവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, ഗുണനിലവാരത്തിലും അല്ലെങ്കിൽ പരിചരണത്തിലും ക്വാളിറ്റി കെയർ അല്ലെ, നമ്മുടെ ഹെൽത്തില് ആ ഒരു പരിചരണത്തില് ഒരു സംതൃപ്തി അളക്കുന്ന ചോദ്യങ്ങളായിരിക്കും അതിലും ഉണ്ടാവുക. അല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ജനറൽ ആയിട്ട് വരുന്ന വേറെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല അല്ലെ. ഹോസ്പിറ്റലായിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മളപ്പോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് കൊടുക്കുന്നത് അല്ലെ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യുക മീൻസ് വെറുതെ ഒന്ന് അടയാളപ്പെടുത്താനൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, ഇനി ഒരു കുഞ്ഞി പാരഗ്രാഫ് കൂടെ ഉള്ളൂ, നോക്കാം കേട്ടോ. The patient satisfaction survey questionnaire helps evaluate basic metrics across patient care that help medical institution in ascertaining the level of care extended and pitfalls in service. നോക്കാം, കുറച്ച് കേൾക്കാത്ത ഭാഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ, പേടിക്കൊന്നും വേണ്ട, എളുപ്പമാണ് കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്കറിയാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് കുറച്ച് ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഈ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനർ ഹെൽപ്പ് ചെയ്യുന്നു ഇവാലുവേറ്റ് ബേസിക് മെട്രിക്സ് അക്രോസ്. ബേസിക് മെട്രിക്സ് അക്രോസ് മീൻസ് ഒരു സേവനത്തിലെ അതായത് മെട്രിക് അക്രോസ് എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ട് വരുന്ന ഒരു മെട്രിക് അക്രോസ് മീൻസ് ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ടോട്ടൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഹെൽത്ത് കെയറിന്റെയും ട്രീറ്റ്മെന്റ്സിന്റെയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ടോട്ടൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് മെട്രിക് അക്രോസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും, പിന്നെ പേഷ്യന്റ് കെയർ ദാറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അസേർട്ടിംഗ് ദ ലെവൽ ഓഫ് കെയർ എക്സ്റ്റെൻഡഡ് മീൻസ് വിപുലീകരണം. പിറ്റ്ഫോൾസ് മീൻസ് എന്തെങ്കിലും പിഴവുകൾ എന്നൊക്കെ പറയില്ലേ, പോരായ്മകൾ, അവര് കൊടുക്കുന്ന സേവനത്തിലെ പോരായ്മകള് അങ്ങനെയുള്ള പിഴവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോ എന്ത് ചെയ്യണം, അപ്പോ അസർട്ടിംഗ് ദ ലെവൽ ഓഫ് കെയർ. ഇനി പരിചരണത്തിന്റെ നിലവാരം, ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വിപുലീകരിച്ചിട്ടുള്ള ഒരു പരിചരണത്തിന്റെ നിലവാരവും, ദെൻ പിറ്റ്ഫോൾസ് എന്തെങ്കിലും സർവീസസിൽ അവർ കൊടുക്കുന്ന സേവനത്തിൽ എന്തെങ്കിലും പിഴവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ സാറ്റിസ്ഫാക്ഷൻ സർവേസ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അപ്പോൾ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഒന്ന് വായിക്കാം, നിങ്ങൾ മീനിങ് ഒന്ന് നോക്കാം കേട്ടോ. Patient satisfaction surveys catch self-reported patient evaluation of multiple touch points in the course of their medical care experience, depending on what aspect of patient satisfaction is being calculated. Examples may include responsiveness of staff, clinician, communication, technical skill, and hospital environment. നമ്മൾ പറഞ്ഞു ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദെൻ ക്ലിനീഷ്യൻസും കമ്മ്യൂണിക്കേഷനും ടെക്നിക്കൽ സ്കിൽസും എൻവയോൺമെന്റ് എല്ലാം അതിൽ ഉൾപ്പെടുന്നു. ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ surveys can be generated and issued in-house, but many hospitals depend on third-party providers with experience in developing, administering, and explaining statistically valid patient satisfaction surveys. നമ്മൾ പറഞ്ഞു അത് നമുക്ക് ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാനും സാധിക്കും അല്ലെ. പിന്നെ ചില ഹോസ്പിറ്റലിൽ തേർഡ് പാർട്ടിയിലേക്ക് ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. Then a patient satisfaction survey is a set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the healthcare service provider. Then the patient satisfaction survey questionnaire helps evaluate basic metric across patient care that help medical institution in asserting the level of care extended and pitfalls in service. Okay, ഇത്രയും കാര്യങ്ങളാണ് ഒരു patient satisfaction സർവേസിൽ വരുന്നത്. Then നോക്കാം. ഇനി ഒരു ജസ്റ്റ് ഒരു 6 പോയിന്റ് കൂടി ഉണ്ട്. ഇത്രയും കൂടി എടുത്തിട്ട് നിർത്തുകയാണ്, അധികം ഒന്നും എടുക്കുന്നില്ല. ഈ ഒരു കുഞ്ഞി പോർഷൻസും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. നോക്കാം. 6 underlining metrics which patient satisfaction have to be measured on are. ഇങ്ങനെയൊക്കെയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ നമുക്കതിൽ മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. ക്വാളിറ്റി അല്ലെ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. മെഡിക്കൽ കെയർ നമുക്ക് രോഗി പരിചരണം അല്ലെങ്കിൽ ആശുപത്രിയുടെ ഒരു പരിചരണം സർവീസസ് നല്ല ക്വാളിറ്റി ഉണ്ടോ. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാനേ തോന്നില്ല. സോ അതൊക്കെയാണ് ഒരു രോഗിയുടെ സംതൃപ്തി ആക്കുന്നതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. ഫസ്റ്റ്ലി നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആ ഒരു സ്ഥാപനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ഹോസ്പിറ്റൽ എന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു ഏതൊരു സ്ഥാപനമായാലും നമ്മളൊരു പുതിയൊരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ അവിടെ ചെന്നു ഒരു ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്തു, ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ പ്രോപ്പർ ആയിട്ടൊന്നും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ക്വാളിറ്റി ഇല്ലെങ്കിൽ ദെൻ അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. സോ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റിനെ മെഷർ ചെയ്യുക. ദെൻ നോക്കാം. രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. നോക്കാം. ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവനവന്റെ ഉള്ളിൽ തന്നെ ഉള്ളത്, ഉള്ളിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡിസ്പ്ലേ ചെയ്യുക ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടേഴ്സും നഴ്സസ് ഒക്കെയാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു സ്കിൽസും കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യണം. നല്ല രീതിയിൽ അവരുടെ ഒരു കെയറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളും അവിടെ സാറ്റിസ്ഫൈഡ് ആകുള്ളൂ. ഒരു നഴ്സ് എപ്പോഴും വളരെയധികം ദേഷ്യത്തോടു കൂടിയാണ് പെരുമാറുന്നതെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഒരു വില വേദനയ്ക്കുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ വേദന കൂടുകയുള്ളൂ അല്ലെ. അപ്പോ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? പേഷ്യൻസിനെയൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യുക. ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യൻസ്. ട്രാൻസ്പെറൻസി മീൻസ് നല്ലൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതെന്ന് അറിയില്ലേ. അതായത് നല്ല ട്രാൻസ്പെറൻസി മീൻസ് നമുക്കറിയാലോ എന്താ ട്രാൻസ്പെറൻസി പേപ്പർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. സോ അതായത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊവൈഡറും പേഷ്യന്റും തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റ് വേണം. മീൻസ് പ്രൊവൈഡർ മീൻസ് ആരാണ്? ആരൊക്കെയാണോ സേവനം നൽകുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും.
സേവനം നൽകുന്ന വ്യക്തികളാണല്ലോ പ്രൊവൈഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഡോക്ടേഴ്സ് ആവാം, നേഴ്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾ അല്ലെ, ഇങ്ങനെയുള്ളവരുടെയാണ് സേവനം കൊടുക്കുക. സോ അങ്ങനെയുള്ള സ്റ്റാഫുകൾ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തണം. ദെൻ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ, ഭയങ്കര പൈസ ആണെങ്കിൽ നമ്മൾ പോകുമോ ചില ഹോസ്പിറ്റലുകളിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓരോ ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നല്ല. വേറൊരു ഹോസ്പിറ്റലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോ മൾട്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ കുറച്ച് എമൗണ്ട് ഒക്കെ കൂടുതലായിരിക്കും ഓരോ കാര്യങ്ങൾക്കും. സോ അങ്ങനെയുള്ള ഫിനാൻഷ്യലി വരുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം ഒന്ന് പ്രോപ്പർ ആണോ എന്നൊക്കെ ഒന്ന് നോക്കുക. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽ. ആക്സസ് ചെയ്യുക മീൻസ് എന്താ, ഈ ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനൊക്കെ ഒന്ന് നല്ല രീതിയിൽ ആണോ എന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക, ആക്സസ് ചെയ്യണം. ദെൻ അസബിലിറ്റി ഓഫ് കെയർ. അസബിലിറ്റി മീൻസ് കെയർ എല്ലാം പ്രോപ്പർ മീൻസ് കെയർ ഒരു അസബിലിറ്റി ആയിട്ടല്ലേ, ഒരു ഓർഡർ ആയിട്ട് തന്നെയൊക്കെയാണോ ഈ ട്രീറ്റ്മെന്റ്സ് അവർക്ക് ലഭിക്കുന്നത് എന്നും കൂടി ഒന്ന് ഉറപ്പുവരുത്തുക. ഇത്രയുമാണ് ഒരു 6 പോയിന്റ്സ്. ഇത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സൈഡിൽ ഒന്ന് സ്റ്റാർ ചെയ്യുക. ഈ ടേമുകൾ അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ചിലപ്പോ നിങ്ങളോട് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിക്കാം അല്ലെ, ഇതിനകത്ത് ഉൾപ്പെടാത്തത് ചോദിക്കാം. അപ്പൊ ഇത് നമ്മൾ ഏതാണ് ഉൾപ്പെടാത്തതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ 6 കൃത്യമായിട്ട് തന്നെ പഠിക്കണം. സോ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്റ്റാർ ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്യുക. ദെൻ നോക്കാം, a patient satisfaction survey can be conducted anytime during an electronic medical record or an electronic health record. It can be completed by way of mobile, physical copies, the surveys, website, POS device, computers in waiting rooms, or any other media. എങ്ങനെയൊക്കെയാണ് ഈ ഒരു സർവേസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. ഇപ്പൊ നമുക്ക് ഈ പേപ്പർ കൊടുക്കുന്ന ഇതിനൊക്കെ പകരം ഇപ്പോ നമുക്ക് ഫോണിലൂടെയൊക്കെ നമുക്ക് സർവേസ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. ഫോണിലൂടെ തന്നെ ഒരു ലിങ്ക് ഓപ്പൺ ആക്കിക്കൊണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഉത്തരം കൊടുത്തിട്ട് സർവേസുകളൊക്കെ ചെയ്യാം. കാരണം ഇപ്പോ കുറച്ചും കൂടി മോഡേൺ ആയല്ലോ, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് തന്നെയാണ് ചെയ്യുന്നത്. സോ അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മെഡിക്കൽ റെക്കോർഡുകൾ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, EMR ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചിടണേ. EMR നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാ, EMR എന്ന് കൊടുക്കുക, ഹൈഫൻ ഇടാ. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഫസ്റ്റത്തെ EMR ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഒന്ന് എഴുതാട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ദെൻ സെക്കൻഡ് പറഞ്ഞത് EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. EMR EHR ചോദിക്കാറുണ്ട് എക്സാമിന്, മാറിപ്പോകരുതും. EMR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ദെൻ EHR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അപ്പോ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലൂടെയും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡൊക്കെ നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് തന്നെ ഡാറ്റാബേസ് പോലെ ചെയ്യാന്ന്. ഇത് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ വേ ഓഫ് മൊബൈൽ. മൊബൈലിലൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ട് നമുക്ക് ആ ലിങ്കിൽ കയറിക്കൊണ്ട് ചെയ്യാം. മുമ്പതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി നമ്മൾ പേപ്പറിലൊക്കെ മാർക്ക് ചെയ്ത് പേപ്പറൊക്കെ തിരിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പൊ എന്താ പറയാ, എല്ലാത്തിലും ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ആയില്ലേ, ഡെവലപ്പിംഗ് ആയി, ഫുള്ളി ഡെവലപ്ഡ് ആയി, ഫുൾ ഹോസ്പിറ്റലൊക്കെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി അല്ലേ. അത്യാവശ്യം ആളുകൾക്കും ഒരു ഫോണുകളൊക്കെ യൂസ് ചെയ്യുന്നവരാണ്, നെറ്റ് യൂസ് ചെയ്യുന്നവരാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാവുന്ന പേഷ്യൻസ് ഒക്കെയാണ് അല്ലെ. സോ നമുക്ക് ഇങ്ങനെയുള്ള സർവേസ് മൊബൈൽ ഫോണിലൂടെയൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദ സർവേ. ഫിസിക്കൽ കോപ്പി ഈ പറഞ്ഞ പേപ്പറിലുള്ള കോപ്പീസ് ഒക്കെ ഇല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും. ദെൻ വെബ്സൈറ്റ്, ഓരോ വെബ്സൈറ്റിലൊക്കെ കയറിക്കൊണ്ടും ഇതുപോലെ ആ ലിങ്ക് ഇട്ടിട്ട് നമുക്ക് ലിങ്കിലൂടെയൊക്കെ ചെയ്യാൻ സാധിക്കും. POS ഡിവൈസ് മീൻസ് ഇതുപോലെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ POS ഡിവൈസ് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂംസ്. നമ്മൾ ചെല്ലുമ്പോൾ വെയിറ്റിംഗ് റൂംസിലൊക്കെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റിനെയറിനൊക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മളുടെ ഡീറ്റെയിൽസും ആ ക്വസ്റ്റിനെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ ഇപ്പൊ ഫിൽ ചെയ്യാൻ പറ്റും. ഓർ എനി അതർ മീഡിയം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീഡിയം വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആ സർവേക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുക്കുന്നുള്ളൂ. ഇനി ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് എന്താണെന്നൊരു ചെറിയൊരു മോഡൽ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡലൊക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഇന്ന് എടുത്തത് മെയിൻ ആയിട്ട് നമ്മളിപ്പോ 5 പോയിന്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഓരോ പോയിന്റ്സിലെ 5 പോയിന്റ്സ് കവർ ചെയ്ത് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഈ ഒരു 5 പോയിന്റ് ആണ് നമ്മളിപ്പോ കവർ ചെയ്ത് പോയത്. അതായത് റീസൺസ് വൈ യു ഷുഡ് മെഷർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. കുറച്ച് റീസൺസ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ പറ്റുന്ന കാരണങ്ങളൊക്കെയാണ്. 5 കാരണങ്ങളും അതിന്റെ സബ് പോയിന്റ്സുകളും അല്ലെങ്കിൽ അതിന്റെ സർവീസസുകൾ അല്ലെ, എങ്ങനെ നമുക്കത് ഡീറ്റെയിൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ള 5 പോയിന്റ്സിന്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലെ. ഓക്കെ, കുഴപ്പമുണ്ടോ എല്ലാവർക്കും? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്, എനിക്കറിയാം. കുഴപ്പമില്ല, ബുദ്ധിമുട്ട് എന്നല്ല, കുറച്ച് ടേംസും കാര്യങ്ങളും നമുക്ക് അറിയാത്തതാണ് അല്ലേ. ആണോ? 3 പേര് ക്ലാസ് കേട്ട് എന്ത് തോന്നി? ചാപ്റ്റർ എന്താ പറഞ്ഞോളൂ? പാടാണെന്നാണോ? കുറച്ച് ടഫാണ്. അത് ഞാൻ പറഞ്ഞു, ടഫ് മീൻസ് വേറൊന്നല്ല, കുറച്ച് നമ്മള് കോമൺ ആയിട്ട് പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് അല്ലേ? സോ ഇത് ഇത്തിരി ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. കുഴപ്പമില്ല, നമ്മളെല്ലാം പഠിക്കണ്ടേ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ ഫുള്ളായിട്ട് പഠിക്കുന്നതാണ് നമ്മൾ അല്ലെ. ചിലപ്പോൾ ഒരു നഴ്സസിന് പോലും ഇത്രയും നോളജ് ഉണ്ടാവുന്നില്ല അല്ലെ. ഒരു ഉള്ളിലത്തെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നമ്മളൊരു എന്താ പറയാ, ഒരു മൊത്തത്തിലൊരു ഫുള്ളായിട്ടൊന്ന് ഹോസ്പിറ്റലിനെ കവർ ചെയ്ത് പഠിക്കുകയാണ്. തുടക്കം കയറുന്നത് മുതൽ ബാക്ക് വരെ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എസ്സേ ടൈപ്പ് ഒന്നും എഴുതാനില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്നത് ആ ഒരു PDF തന്നെ നല്ലോണം ബൈഹാർട്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. സോ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ, ചില പോയിന്റ്സും ചില ചാപ്റ്റേഴ്സിൽ ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഇപ്പോൾ ടീച്ചേഴ്സിനായാലും നമുക്ക് അധികം എക്സാമ്പിൾ കൊടുക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ സാധിക്കില്ല ചില ടോപ്പിക്കുകളൊക്കെ അല്ലെ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മീനിങ് തന്നെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അതാണോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തത് ഈ ഒരു ചാപ്റ്റർ? 3 പേർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോ? ആണോ? ബുദ്ധിമുട്ടുണ്ടോ ഈ ചാപ്റ്റർ? കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല, നമ്മൾ പഠിച്ചു വരുമ്പോൾ ശരിയായിക്കോളും. ഈ ഒരു ചാപ്റ്റർ കഴിയാറായി, പേടിക്കണ്ട. ഇനിയിപ്പോ ഈ സെക്ഷനും കൂടി ഈ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ കേട്ടോ. ഇനിയൊരു നമ്മൾ പേഷ്യന്റ് സർവീസ് എന്താണെന്ന് നോക്കിയില്ലേ, ദെൻ അതിന്റെ ഒരു മോഡലാണ് ഇനി അടുത്തത് പറയുന്നത്. ജസ്റ്റ് ഒരു നമ്മൾ സർവേ നടത്തുന്നേ. ഓക്കെ, അതിന്റെ ഒരു മോഡൽ തന്നിട്ടുള്ളൂ. ദെൻ ഒരു ചെറിയൊരു കുഞ്ഞി ഒരു 2-3 ക്ലാസ് കൂടി വേണം തോന്നുന്നതാണ്. ഞാൻ കുറച്ചെടുക്കുന്നത്. ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഭയങ്കര ബോറിംഗ് ആണ്, കൺഫ്യൂഷനിങ് ഒക്കെയാണ്. സോ അപ്പൊ ഇന്ന് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ പേഷ്യന്റ് സർവീസും കാര്യങ്ങളും പറഞ്ഞു. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തണം. ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കുക. ദെൻ ഇവിടെ 2 ഫുൾ ഫോമുകൾ നമ്മൾ പറഞ്ഞായിരുന്നു, EMR-ഉം EHR കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് വേറെ എക്സ്ട്രാ ഇതിന്റെ നോട്ട്സിന്റെ കാര്യം ഇനി നോട്ട്സിന്റെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യം വേണ്ടുന്ന രീതിയിൽ എളുപ്പമുള്ള പോയിന്റ്സ് ആണ് നമുക്ക് മാക്സിമം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ടഫ് ആയിട്ടുള്ള നോട്ട് തന്നാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കില്ല. സോ ഈ ഒരു നോട്ട്സ് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. സോ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക്? ഇനി കുഴപ്പമില്ലാട്ടോ. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് ഫോളോ ചെയ്യുന്നില്ല എല്ലാവരും? ഓക്കെ, എല്ലാ ക്ലാസ്സും ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലാണ്ട് പോകുന്നില്ലേ? ചില ചാപ്റ്റേഴ്സ് പാടുണ്ടാകും, കുഴപ്പമില്ല. നിങ്ങൾ പഠിച്ചിത്രയൊക്കെ ആയില്ലേ അല്ലെ? ഫസ്റ്റ് തുടങ്ങി നിങ്ങൾ പിന്മാറാണ്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, പഠിക്കുക എന്നുള്ളത്. സോ അതിന് സമയം കണ്ടെത്തി പഠിക്കും. പിന്നെ മാക്സിമം എല്ലാ ടീച്ചേഴ്സും പരമാവധി നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ എല്ലാവരും അല്ലെ. ടീച്ചേഴ്സ് ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ ഉള്ളതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ.